ചെങ്കള ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആലുവ കാലടി റൂട്ടിൽ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട്. ശാന്തിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പെറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന ഒരുപാട് മൃഗങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് ജീവികളൊക്കെ നമ്മളൊക്കെ വളർത്താറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ എവിടെയാണ് ഇതിൻ്റെ ഭക്ഷണം കിട്ടുന്നത്, എന്തൊക്കെയാണ് ഇവരൊക്കെ കഴിക്കുന്നത്, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കടയിൽ ഒന്ന് ആളായിട്ടൊന്ന് പരിചയപ്പെടാം. ഹലോ, നമസ്കാരമുണ്ട്. നമസ്കാരം. എന്റെ പേരെന്താ? നിതിൻ മുഹമ്മദ്. നിതിനെ, നമ്മളൊക്കെ വീടുകളിലൊക്കെ ഒരുപാട് മൃഗങ്ങളെയൊക്കെ വളർത്താറുണ്ട്. അതുപോലെ തന്നെ പെറ്റ്സ് ആയിട്ട് പല ടൈപ്പിലുള്ള പക്ഷികളെ വളർത്താറുണ്ട്. അത് പൂച്ചേനെ, പട്ടികളെ, ഇതിനെയൊക്കെ വളർത്താറുണ്ട്. പക്ഷേ ഇതിന് എന്തൊക്കെ തീറ്റകൾ കൊടുക്കണം, എങ്ങനെ പരിപാലിക്കണം എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനത്തെ ഒരു ഷോപ്പ് നമുക്ക് കണ്ടപ്പോൾ അത് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒന്ന് അറിയാനും. എത്ര നാളായി നിതിന് ഈ ഷോപ്പ് ഇട്ടിട്ട്? ഈ ഷോപ്പ് ഇടാനുള്ള കാരണം എന്താണ്? ഈ മേഖലയിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടായിട്ട് തുടങ്ങിയതാണോ, എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആഗ്രഹത്തിന്റെ പുറത്ത് തുടങ്ങിയതാണ് ഈ ഷോപ്പ്. ഞാൻ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഒരു 8-9 കൊല്ലം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ ഇതിനോടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് മാരേജ് കഴിഞ്ഞോടെ കുറച്ചും കൂടി ഇത് വൈഫിന്റെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ വീണ്ടും നമുക്ക് കുറച്ചും കൂടി അട്രാക്ഷൻ തോന്നിയാണ് അത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഷോപ്പ് ഇല്ല? സത്യം പറഞ്ഞാൽ എല്ലാവരും ടൗണിൽ പോകണം. അപ്പൊ ഞാൻ ആലോചിച്ചു, നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു ഷോപ്പ് ഇട്ടാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പെറ്റ്സിന് നമുക്ക് ഫുഡ് കൊടുക്കാം. നാട്ടിലുള്ളവർക്ക് ഈസി ആയിട്ട് മേടിക്കാൻ കഴിയും. അഫോർഡബിൾ റേറ്റിൽ എല്ലാം പ്രോഡക്റ്റും, ക്യാറ്റ് ഫുഡ്, ഡോഗ് ഫുഡ്, പ്രീമിയം ഫുഡ് തുടങ്ങി ഏറ്റവും കുറഞ്ഞ ഫുഡ് വരെ നല്ല പ്രൈസിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും. നമ്മുടെ ഷോപ്പിൽ എല്ലാം ബ്രാൻഡും അവൈലബിൾ ആണ്. നമ്മൾ ചോദിച്ചാൽ തന്നെ അക്വേറിയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. നമുക്ക് മീൻ മേടിച്ചുകൊണ്ട് പോകുന്നവരും കൂടുതൽ നമ്മൾ അവരെ ഒരു ക്ലാസ് ഒക്കെ കൊടുത്തിട്ടാണ് പലപ്പോഴും നമ്മൾ വിടുന്നത്. അതായത് ഒറ്റയടിക്ക് മീൻ മേടിച്ച് കൊണ്ട് അവരെ വെള്ളത്തിലിടും. ചിലപ്പോൾ മീൻ ചത്തുപോകും. പല ആളുകളും വന്ന് കംപ്ലൈന്റ് പറയുന്നതാണ്, മീൻ കൊണ്ടുപോകും ചത്തുപോകുന്നു. പക്ഷെ അത് ചെയ്യേണ്ടതായ ഒരു രീതികളുണ്ട്. ആ രീതിയിൽ നമ്മൾ മീനെ വളർത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഒരുപാട് ലാസ്റ്റ് ചെയ്യും മീനുകളൊക്കെ. അപ്പൊ ഇവിടെ നിലവിൽ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയേക്കുന്നത്? നമ്മള് ഈ ഒരു സെക്ഷൻ തന്നെ കൊടുത്താണ് ക്യാറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു റാക്കാണ്. ക്യാറ്റ് ഫുഡ് പ്രീമിയം ബ്രാൻഡ് തുടങ്ങിയ റോയൽ കനൈൻ, എന്നാണ്ട് ഗ്രെയിൻ സീറോ, ഫ്രീഡം, അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളും നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിച്ചു. ഒരു 11-12 ബ്രാൻഡ്സ് നമ്മുടെ ഇവിടെ ഉണ്ട് ഈ ഒരു റാക്കില്. ഈ ഒരു റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോഗിന് വേണ്ടിയിട്ടുള്ള ഒരു റാക്കാണ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ റോയൽ കനൈൻ, ഫോക്കസ്, റൂൾസ്, സ്മാർട്ട് ആർട്ട്, അങ്ങനെ എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആയുള്ള പ്രീമിയം സെഗ്മെന്റ് ഫുഡുകൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ അവരുടെ സപ്ലിമെന്റ്സ്, അതായത് അവർക്ക് വേണ്ട ഇപ്പൊ മരുന്നുകൾ, സ്കിന്നിനൊക്കെ വേണ്ടിയുള്ള ടോണിക് കാര്യങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ട്രീറ്റ് ആയിട്ട് ഗ്രേവീസ്. ഈ ഒരു റാക്ക് ഫുള്ള് മിയാവ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇപ്പൊ കാറ്റിലാണെങ്കിൽ മിയാവ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ എൻക്വയറീസ് ഉള്ളത്. നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ള് കൊടുത്തേക്കുന്നത് വിസ്കാസും പെഡിഗ്രിക്കും വേണ്ടിയിട്ട് ഒരു റാക്കാണ് ഫുള്ള് കൊടുത്തേക്കുന്നത്. അല്ലെ ഈ ഒരു ഏരിയ ഫുള്ള് അവരുടെ ഗ്രേവീസ്. ഇപ്പൊ വിസ്കാസിന്റെ എല്ലാം സെഗ്മെന്റിലും പറഞ്ഞ ഗ്രേവീസ് നമ്മുടെ അവൈലബിൾ ആണ്. പെഡിഗ്രിയുടെ ഗ്രേവീസ് അവൈലബിൾ ആണ്. ഈ ബ്രാൻഡുകളൊക്കെ ഡോഗ്സിനും കാറ്റിനും ഉള്ളതാണ്. അതെ, വിസ്കാസ് എന്ന് പറയുന്നത് കാറ്റിന് വേണ്ടിയുള്ള ബ്രാൻഡാണ് മാത്രമേ ഉള്ളത്. പെഡിഗ്രി എന്ന് പറയുന്നത് ഡോഗിന് വേണ്ടിയുള്ള ബ്രാൻഡാണ്. പിന്നെ നമ്മുടെ എല്ലാ ബ്രാൻഡിന്റെയും 20 മാക്സിമം വരുന്ന സൈസ് വരുന്ന ചാക്കുകളുണ്ട്. അതായത് 20 kg, 10 kg. അത് നമ്മളിവിടെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ലൂസായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കസ്റ്റമർക്ക് 1 kg ഒക്കെ മേടിക്കുന്നതൊക്കെ ലൂസായിട്ട്, ഇപ്പൊ 20 kg ഒക്കെ ബാഗ് നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ചിലപ്പോൾ അത്ര കിലോ ഒക്കെ മേടിച്ചു കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മള് അഫോർഡബിൾ റേറ്റിൽ ഇപ്പൊ റൂൾസ് ഒക്കെ നമ്മൾ 1 kg ഒരു 150 രൂപ എന്ന രീതിയിൽ നമ്മളിവിടെ ലൂസ് കൊടുക്കുന്നുണ്ട്. ചെയ്യാൻ പറ്റും. റൂൾസ് നമ്മൾ ചാക്ക് എടുക്കണ ഒരു റേഞ്ചേ വരുള്ളൂ. നമ്മൾ എല്ലാ ഫുഡും ലൂസ് പൊടിച്ചിട്ട് നമ്മളവിടെ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർ പറയുന്ന അളവിൽ ഇപ്പൊ 50 രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ 50 രൂപയ്ക്ക് കൊടുക്കും. 10 രൂപ വേണമെന്ന് 10 രൂപയ്ക്ക് കൊടുക്കും. അപ്പൊ അതുപോലെ മാലകളുണ്ട്. ഇപ്പൊ ഇത് കമ്പനി ഇതിന് വേണ്ടി സാമ്പിൾ മാലകൾ 10 രൂപ 20 രൂപ റേഞ്ചിൽ വരുന്ന മാലകളുണ്ട്. ഇപ്പൊ കസ്റ്റമർക്ക് ചിലവർക്ക് കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുള്ള ആഗ്രഹമുള്ളവരുണ്ട്. എല്ലാവരും അങ്ങനെയുള്ളൂ. ഒരു 10 രൂപ കൊണ്ടിട്ട് കൂടുതൽ കിട്ടാനാണല്ലോ നോക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മള് ഈ ബാഗുകളെല്ലാം പൊട്ടിച്ചിട്ട് ലൂസ് ആക്കിയിട്ട് നമ്മൾ അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ എല്ലാവരും പെറ്റ്സിനെ വളർത്താറുണ്ട്. ഇപ്പൊ നാടൻ സാധനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അതിന് വരെ ഇപ്പൊ ഇതുപോലത്തെ ഫുഡുകളാണ് കൂടുതൽ ചൂസ് ചെയ്യണത്. ഏറ്റവും കൂടുതൽ ആളുകൾ നാടൻ പൂച്ച വളർത്തുന്നവരാണ് നമ്മുടെ നാട്ടില് വരുന്നത്. പെറ്റ്സിനെ പേർഷ്യൻ കാറ്റുകളും ഡോഗ്സിനും വളർത്തുന്ന കൂടുതൽ നാടൻ പൂച്ച വളർത്തുന്നവരുണ്ട്. കൂടെ അവരെല്ലാവരും കൊണ്ടുവന്ന ഫുഡുകൾ തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന പ്യൂർ പെറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് നന്നായിട്ട് ഈ ഒരു ബ്രാൻഡ് ഏറ്റവും കൂടുതൽ സെയിലുള്ള ബ്രാൻഡാണ്. പിന്നെ അതുപോലെ ഇത്
ഗ്രെയിൻ സീറോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇതാണ് മാർഗിൽ ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡ് മിയാവ് എന്ന് പറയുന്നത്. ഇത് കിട്ടാൻ കുറച്ച് പാടാണ്, അതായത് വളരെ ഷോർട്ടാണ് ഈ ഫുഡ് മിയാവ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ എപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കും. നമ്മളിവിടെ ലൂസ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാഗ് നമ്മുടെ എപ്പോഴും ഉണ്ടാവും സ്റ്റോക്ക് മിയാവ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രോഡക്റ്റുകൾ നമ്മൾ പല കടകളിലും നമ്മൾ പോയി സാധനം മേടിക്കാറുണ്ട്. പക്ഷേ ആ ബ്രാൻഡിന്റെ പേര് മാത്രം പറഞ്ഞിട്ടാണ് നമ്മൾ മേടിച്ചുകൊണ്ട് പോകാറ്. അതിനെക്കുറിച്ച് നമുക്കൊന്നും പറഞ്ഞു തരാറില്ല. പക്ഷേ ഈ കടയിൽ വന്നതിന് നമ്മൾക്ക് കാണാൻ പറ്റിയത് നിങ്ങൾ അതിനെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഒരാൾക്ക് ഒരു സാധനം മേടിക്കണമെങ്കിൽ അയാൾ സംതൃപ്തിയോടുകൂടിയാണ് മേടിച്ചു കൊണ്ടുപോകുന്നത്. എങ്ങനെ അതിനെ തീറ്റ കൊടുക്കാം, അതിനെ വളർത്താം, അതിൻ്റെ ആ ഒരു കെയറിങ് വരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്കും അത് തന്നെ ഒരു വലിയൊരു അവയർനെസ് കൊടുത്താൽ മാത്രമേ നമുക്ക് പിന്നീട് കസ്റ്റമേഴ്സിനെ കിട്ടത്തുള്ളൂ. നമ്മളിപ്പോ ഒന്നും പറയാതെ വെറുതെ ഒരാൾ വന്നു കഴിയുമ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്ത് കൊടുത്തു പോയി കഴിഞ്ഞാൽ അവർക്കും വലിയ ധാരണ ഉണ്ടാവില്ല, ഇത് ആദ്യമായിട്ട് വളർത്തുന്നതായിരിക്കും. ഇപ്പൊ ഡോഗിന്റെ സെക്ഷനിൽ തന്നെ 3 സെഗ്മെന്റ് വരുന്നുണ്ട്. അതായത് ജനിച്ചു വീണ കുട്ടികൾക്ക് തുടങ്ങി 1 വയസ്സ് വരെ ഉള്ളത് 3 സെഗ്മെന്റ്. ഇപ്പൊ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ സെഗ്മെന്റ്, ഇപ്പൊ ഇത് ഫോക്കസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇതൊരു സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ വരാണ്. ഈ സ്റ്റാർട്ടറിലാണ് പ്രോട്ടീൻ കണ്ടന്റും ഫാറ്റ് കണ്ടന്റും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനിച്ചു വീണ് 2 മാസം വരെ വരുന്ന കുട്ടികൾക്ക് പ്രോട്ടീൻ കണ്ടന്റും ഫാറ്റ് കണ്ടന്റും കൂടിയുള്ള ഫുഡ് കൊടുക്കുന്നവരാണ്. അത് ഈ ഒരു ബ്രാൻഡ് എന്നല്ല, സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ പ്രോട്ടീനും ഫാറ്റും കൂടുതലായിരിക്കും. ഒരു 3 മാസം കഴിഞ്ഞാൽ പിന്നെ പപ്പി എന്ന് പറഞ്ഞ സ്റ്റൈലോട്ടാവും. ഡോഗില് പപ്പി എന്ന് പറഞ്ഞ സ്റ്റൈലോട്ടാവും 3 മാസം കഴിഞ്ഞാൽ വരുന്നത്. നമ്മളൊരു ആഫ്റ്റർ 8-10 months ഒക്കെ കഴിയുമ്പോൾ അഡൽട്ടിലോട്ട് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഈ വളർച്ചേനെ ഇതിനനുസരിച്ചാണ് നമ്മൾ ഓരോ ഫുഡും അതിനനുസരിച്ച് പ്രോട്ടീൻ കണ്ടന്റും ഫാറ്റ് കണ്ടന്റും കുറവും. ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടറിലായിരിക്കും, അത് കഴിഞ്ഞാൽ പപ്പിയിലായിരിക്കും, പിന്നെ അഡൽട്ടിലായിരിക്കും. ഇത് നമ്മൾ വരുന്ന കസ്റ്റമർ നമ്മൾ ചോദിക്കും, നിങ്ങളുടെ ഡോഗ് അഡൽട്ട് ആണോ പപ്പിയാണോ എന്താണ് നമ്മൾ ചോദിക്കുക. അപ്പോൾ ചിലർ പറയും 5 മാസം 6 മാസം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് നമ്മൾ അവർക്ക് എടുത്തു കൊടുക്കണം. അതാണ് നമ്മൾ മെയിനായിട്ട് നല്ലൊരു കസ്റ്റമർ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്. അല്ല, എല്ലാവരും വന്നത് ഇവിടെ വന്ന് കാണുന്നത് നമ്മൾ ഒരു ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ആ സാധനം മേടിച്ചിട്ട് പോകുന്നത്. അതിന് പെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മക്കളമാരിയാണ് അവർ നോക്കണല്ലോ. അപ്പം അത്രക്കും വളരെ കെയറിങ് ആണ്. പിന്നെ നമുക്ക് ഈ സാധാരണ നമ്മൾ ഈ പൂച്ചകളൊക്കെ വളർത്തുമ്പോൾ സാധാരണ പാലൊക്കെ കൊടുക്കാറുണ്ട് ചിലവർ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഒരിക്കലും നമ്മുടെ നാടൻ പാല്, പശുവും പാല്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. കാരണം അത് വിരയുടെ പ്രോബ്ലം ഉണ്ടാക്കും. പൂച്ചകൾ ചിലപ്പോൾ ഡെഡായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സെർലാക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പപ്പി സെർലാക്ക് ഇപ്പൊ കാറ്റിനും ഡോഗിനും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഇതെല്ലാം വരുന്നത്. ഇത് നമ്മൾ കൊടുക്കേണ്ട രീതിയുണ്ട്. നമ്മളിപ്പോ 1:3 റേഷ്യോയിലാണ് ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ടത്. 1 കപ്പ് പൊടി എടുത്താൽ 3 കപ്പ് വെള്ളം. അത് ഇളം വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഇളം ചൂടുവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്ത് നമ്മൾ പതുക്കെ കൊടുക്കാനേ പാടുള്ളൂ. ഒരു 4-5 ടൈംസ് നമ്മളിത് ഡെയിലി ജനിച്ച് വീണ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ ചില ഡോഗ് ആണെങ്കിലും ക്യാറ്റ് ആണെങ്കിലും അമ്മ ചിലപ്പോൾ ഡെഡായി പോയിട്ടുണ്ടാവും, ചിലപ്പോൾ പാല് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇത് മേടിച്ചിട്ട് കൊടുത്ത കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് സേഫ് ആയിട്ട് കിട്ടും. അതുപോലെ ഷാംപൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇതിനെ പൂച്ചേനെയും പട്ടീനെയൊക്കെ നമുക്ക് കുളിപ്പിക്കണോ, അത് അങ്ങനെ എന്തെങ്കിലും ഇതുകളുണ്ടോ? പൂച്ചയെ പട്ടി നമ്മൾ മന്ത്ലി കുളിപ്പിക്കണം നല്ലതാണ്. ഡോഗൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പുറത്ത് പോയിട്ട് നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഡോഗ് ചിലവർ ആഴ്ചയിൽ കുളിപ്പിക്കുന്നവരുണ്ട്, മാസത്തിൽ കുളിപ്പിക്കുന്നവരുണ്ട്. അതിന് പല ടൈപ്പ്, ഇപ്പൊ കണ്ടീഷണർ ഷാമ്പൂ എന്ന് പറഞ്ഞ ഷാമ്പൂസ് വരുന്നുണ്ട്, സാധാ ഷാമ്പൂ വരുന്നുണ്ട്, മെഡിക്കേറ്റഡ് ഷാമ്പൂ വരുന്നുണ്ട്, ടിക്സ് ആൻഡ് ഫ്ലീ വരുന്നുണ്ട്, ചെള്ള് പെയിന്റ് ഇതിനൊക്കെ വേണ്ടി വരുന്ന ഷാമ്പൂസ്, സോപ്പ്, നമ്മളെല്ലാം സെഗ്മെന്റും വരുന്നുണ്ട്. നമ്മൾ ഷാമ്പു ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ എല്ലാവരും വെറുതെ ഷാമ്പു ഇട്ടിട്ട് അപ്പൊ തന്നെ കഴുകിക്കളി. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഷാമ്പു അവനെ മേത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്ത് ഒരു 10 മിനിറ്റ് ആളെ നിർത്തിയതിന് ശേഷം വേണം നമ്മൾ ഈ ഷാമ്പു എല്ലാം കഴുകാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഷാമ്പുവിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി അതിൽ കിട്ടത്തുള്ളൂ. നമ്മുടെ എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ്. ഹിമാലയ, ബിഗ് ബോസ്, സിൽക്ക്, ലൊസാലോ ഇങ്ങനെ പറഞ്ഞ സകല ബ്രാൻഡിൻ്റെയും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഷാമ്പൂസിലൊക്കെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കിന്നിനൊക്കെ വേണ്ടി വരുന്ന omega-3, omega-6 കണ്ടന്റ് അടങ്ങുന്ന സപ്ലിമെന്റ്സ് ഉണ്ട്. ഈ സപ്ലിമെന്റ്സ് കൊടുത്തുകൊണ്ട് എന്താ ഗുണം വെച്ചാൽ അവന്റെ സ്കിന്ന്, ഹെയർ, അതുപോലെ ഐ, ഇതിനെല്ലാത്തിനും ക്വാളിറ്റി നിലനിർത്താൻ കഴിയും നമുക്ക്. ചിലവർ പറയും പൂടെ ഒരുപാട് കൊഴിഞ്ഞു പോണ്, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ പല കസ്റ്റമറും പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം. ഈ omega-3, omega-6 കണ്ടന്റ് അടങ്ങുന്ന, ഫാറ്റി ആസിഡ് കണ്ടന്റ് അടങ്ങുന്ന പ്രോഡക്റ്റുകൾ. സാധാരണ നമ്മൾ ഈ പൂച്ചകളെയൊക്കെ വളർത്തുമ്പോൾ മാന്തി കഴിഞ്ഞ അങ്ങനെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ നമ്മൾ കുത്തിവയ്പ്പ്, അതിന്റെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്? നമ്മൾ നിർബന്ധമായിട്ടും പൂച്ചേനെയും പട്ടീനെയും വളർത്തുന്നവര് വാക്സിൻ എടുത്തിരിക്കണം. നമ്മുടെ എല്ലാ മൃഗാശുപത്രികളും ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഈ വാക്സിനേഷൻ എടുക്കാൻ കഴിയും. നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. ഡോഗ് ഉണ്ടെങ്കിലും ക്യാറ്റ് ഉണ്ടെങ്കിൽ. കാരണം ഇവര് നെയിൽ കൊണ്ട് നമ്മുടെ ബോഡി ഇഞ്ചേർഡ് ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹൈലി റിസ്ക് തന്നെയാണ് വരുന്നത്.
നമ്മൾ ഒരിക്കലും അത് തള്ളിക്കളയരുത്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് സോപ്പിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് ആ മുറിവുള്ള സ്ഥലത്ത് നന്നായിട്ട് സോപ്പിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വിത്തിൻ 24 hours നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വാക്സിൻ എടുക്കണം. നമ്മൾ വാക്സിൻ എടുക്കണം ഇതിന് വേണ്ടിയിട്ടുള്ള. ഇല്ലെങ്കിൽ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഇത് ഡെഡ് വരെ സംഭവിക്കും. നമ്മൾ മരിച്ചു പോകുന്ന അവസ്ഥ വരെയുണ്ട്. പല കുട്ടികളാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും സംഭവിച്ചിട്ടുള്ളതാണ്. മരിച്ചു പോകുന്ന ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ഒന്ന് കെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ വാക്സിനുകളൊക്കെ ഒരുപാട് വില കൂടുതലുള്ളതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വാക്സിൻ ഒബ്വിയസ്ലി ഇത് വില കൂടിയ സാധനം തന്നെയാണ്. നമ്മളൊരു 1000-1500 നമുക്ക് വാക്സിന് ചെലവ് വരുന്നുണ്ട്. നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ പോലും നമുക്ക് അവിടെ പേവിഷയുടെ മാത്രമാണ് ഫ്രീ അല്ല, ഒരു 30-40 രൂപ അത് കിട്ടും. ബാക്കി മൃഗങ്ങൾക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയുള്ള വാക്സിൻ ഉണ്ട്. ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാലും റേറ്റ് വരും. അത് മെഡിക്കൽ ഷോപ്പിൽ ഒരു 2 ഡോസായിട്ടാണ് എടുക്കുന്നത്. ഈ 2 ഡോസിന് ഒരു 600 വെച്ച് അത് വരുന്നുണ്ട്. പിന്നെ പ്രൈവറ്റിൽ പോയാണെങ്കിൽ ഡോക്ടറിന്റെ ഫീസും കാര്യങ്ങളും കൂടുതൽ വരും. അപ്പൊ എന്തായാലും മെഡിസിൻ കമ്പൽസറി ആയിട്ട് വാക്സിൻ എടുക്കണം. ഈ നമുക്ക് അസുഖം വരാതിരിക്കണമെങ്കിൽ എന്തായാലും റാബിറ്റ്സിന്റെ വാക്സിൻ. ഈ വളർത്തുമൃഗങ്ങൾ സാധാരണ മാന്തൂല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയാലും ഓട്ടോമാറ്റിക് നമ്മളെ മാന്തി പോകും ഈ സാധനം. അവര് മാന്തനല്ല, അവരെ നെയിൽ വെച്ചിട്ടാണ് അവരുടെ കാര്യങ്ങളെല്ലാം നെയിൽ വെച്ചിട്ടാണ്. അത് അവർക്ക് പിടിച്ചേക്കണെങ്കിൽ കൈ വെച്ചിട്ടാണ് അവർ അമർത്തുന്നത്. ഈ അമർത്തുമ്പോ എന്താ വെച്ചാൽ നമുക്ക് വേദന എടുക്കും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയുള്ള സാധനങ്ങളുണ്ട്. അതായത് നെയിൽ കട്ടർ വരുന്നുണ്ട്. ഇപ്പൊ ഇതെല്ലാം നെയിൽ കട്ടേഴ്സ് ആണ്. കാറ്റിനും ഡോഗിനും യൂസ് ചെയ്യുന്ന നെയിൽ കട്ടറാണ്. ഇത് വെച്ചിട്ട് അവർ നെയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോ അവർ പിടിച്ചാലും നമ്മുടെ ശരീരം പൊട്ടത്തില്ല. പിന്നെ അതുപോലെ ഇവര് അക്സസറീസ് ഇഷ്ടം പോലെ അക്സസറീസ്. ഇപ്പൊ നമുക്ക് ലീഷ്, ഡോഗിന് കാറ്റിന്റെ ഒക്കെ വരുന്ന ലീഷ്, കോളർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ അതുപോലെ ട്രീറ്റ്സ് ഇവിടെ നമുക്ക് ഇങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സിപ്പപ്പ് ഉണ്ട്. ഇപ്പൊ ഡോഗിനും കാറ്റിനൊക്കെ സിപ്പപ്പ് വരുന്നുണ്ട്. അവരെ സിപ്പപ്പ് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ കണ്ണിനും സ്കിന്നിനും വേണ്ടിയിട്ടുള്ള കണ്ടന്റാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ ഡോഗിന്റെ ഒക്കെ എല്ല്, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ നമുക്ക് ഫിഷിന്റെ ഒരു സെക്ഷൻ തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഫിഷ് ഫുഡ്, മോട്ടർ, ഫിൽട്ടർ, അതുപോലുള്ള സാധനങ്ങൾ. പിന്നെ കോമ്പ്, നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ ബെൽറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു സെക്ഷൻ നമ്മൾ ഫൈറ്ററിന് വേണ്ടിയിട്ട് ഫൈറ്റർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അതുപോലെ നമ്മളൊക്കെ വളർത്തുന്ന പൂച്ചകൾക്കൊക്കെ അതിന് ഏകദേശം എത്ര വയസ്സാവും വേണം അതിന്റെ ആ ഒരു എന്താ പറയണത്, മേറ്റ് ചെയ്യണത്. അപ്പൊ അത് എങ്ങനെയാണ് അത് നമ്മൾ തിരിച്ചറിയണത്? അത് നമുക്ക് അറിയാനുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പൂച്ച തന്നെ സിംറ്റംസ് കാണിക്കും. ഒന്ന്, ഇവര് നന്നായിട്ട് സൗണ്ട് ഉണ്ടാക്കും, നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇവര് കിടന്ന് റോൾ ചെയ്യും, നിലത്തിറന്ന് റോൾ ചെയ്യും. ചില പൂച്ചകൾ നമ്മൾ പിടിക്കുമ്പോൾ അവരിങ്ങനെ ബാക്ക് തന്നെ പൊക്കി നിൽക്കും. ഇതൊക്കെയാണ് അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. അത് ചില പൂച്ചകൾക്ക് ഒരു 8 മാസം തുടങ്ങി കാണിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും 1 year കഴിയാണ്ട് മേറ്റ് ചെയ്യിക്കരുത്. കാരണം അവരുടെ ബോഡിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് 1 year കഴിഞ്ഞിട്ട് ചെയ്യിക്കുന്നതാണ്. ഇത് നമ്മുടെ കേജസ് ആണ്. ഡോഗിനും കാറ്റിനും ബേഡ്സിനൊക്കെ വേണ്ടിയുള്ള കേജസ് ആണ് നമ്മളിവിടെ ഷോപ്പിന്റെ പുറത്ത് നമ്മൾ വച്ചേക്കുന്നത്. ഡേ കെയർ നമ്മൾ സെറ്റ് ചെയ്തത് ഇവിടെയാണ്. ഡേ കെയർ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ ഒരാള് ഇപ്പൊ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൂർ പോവേ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്നു അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് മാറിയിരിക്കണം 2 ദിവസം 3 ദിവസമൊക്കെ. അപ്പോൾ ഈ പെറ്റ്സ് ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവർക്ക് കൃത്യമായിട്ട് ഫുഡ് കൊടുക്കണം, ഇവരെ കെയർ ചെയ്യണം, ഇവരെ വേസ്റ്റ് എടുക്കണം. അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും പെറ്റ്സ് ഉള്ള ആളുകൾക്ക്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് പുറത്തോട്ട് പോകാൻ വലിയ പാടാണ്. നമ്മളത് ഈ പോണ സ്ഥലത്തേക്ക് അവർക്ക് കൊണ്ടുപോകാനും പറ്റില്ല. നമ്മൾ ആ ഒരു കൺസേൺ കണ്ടുകൊണ്ട് നമ്മൾ ഡേ കെയർ സിസ്റ്റം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള ഫുഡും കാര്യങ്ങളും ഉണ്ട്. നമ്മളിവിടെ കൂടുതൽ ഇതുപോലെ ഡേ കെയർ കൂടുതൽ നമ്മൾ ഇതേപോലെ ഇടും. ഒരു 4 അടിയുടെ കൂടാണ്. 4 അടിയുടെ കൂടിലാണ് നമ്മൾ തന്നെ ഇടുന്നത്. ഇതാണ് മണൽ വരുന്നത്. ഈ മണൽ എന്ന് പറയുന്നത് ഇവര് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്തായിരിക്കും അവര് ഇടുന്നത്. അതായത് കണ്ടില്ലേ, മൂത്രം ഒഴിച്ചേക്കണേണ്. അവര് മൂത്രം ഒഴിച്ചേക്കാണ്. ഈ മൂത്രം ഇതേപോലെ കട്ടയായിരിക്കും. ഇത് നമ്മള് സ്കൂപ്പർ വെച്ചിട്ട് കോരി നമ്മൾ കളഞ്ഞാൽ മാത്രം മതി. അപ്പൊ ഇവര് ഹൈജീൻ ആയിട്ടിരിക്കും. നമ്മളിപ്പോ പേപ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവര് മേത്ത് വീണ്ടും വേസ്റ്റ് വീഴാൻ തുടങ്ങും. അപ്പൊ ഇവര് ഹൈജീൻ കുറവുണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് ഇൻഫെക്ഷൻസ് വരാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഈ ആ സാധനം ഉണ്ടല്ലോ, വേസ്റ്റ് ഇടുന്ന സാധനം, അത് എത്ര കിലോന്റെ ബാഗ് എങ്ങനെയാണ്? നമുക്ക് പല സൈസിൽ വരുന്നുണ്ട്. ഇപ്പൊ 5 ലിറ്റർ, അതായത് 4 കിലോണ് 5 ലിറ്റർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ 10 ലിറ്റർ, 20 ലിറ്റർ, 25 ലിറ്റർ, ഇതെല്ലാം നമ്മുടെ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഇരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം കാൽക്കുലേറ്റേഴ്സ് ആണ്. അതിലോട്ട് കയറിയാൽ ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന എല്ലാം നമുക്ക് കാൽക്കുലേറ്റേഴ്സ് ആണ് ഇരിക്കുന്നത്. പൂച്ചയ്ക്കും പട്ടിക്കും വേണ്ടി വെച്ചു കൊടുക്കാം. അത് ഓൾറെഡി അവര് ജനിക്കുമ്പോൾ തന്നെ ഡെയിലി നമ്മളത് ക്ലിയർ ചെയ്ത് പറ്റിയാൽ 2 നേരം നമ്മൾ എടുത്ത് ക്ലിയർ ചെയ്യുക. രാവിലെ വൈകിട്ടും ക്ലിയർ ചെയ്യുക. അപ്പൊ നല്ല ഹൈജീൻ ആയിട്ട് കാറ്റും ഡോഗൊക്കെ ഇരുന്നു.
അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നിതിൻ മുഹമ്മദിൻ്റെ കടയിലാണ്. കടയിൽ എന്ന് പറഞ്ഞാൽ പെറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഈ മീനുകൾ, കോഴികൾ, അതുപോലെ പൂച്ച, പട്ടി അതിനൊക്കെ വളർത്താൻ ആഗ്രഹമുള്ളവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത് എങ്ങനെ വളർത്തണമെന്ന് നമുക്ക് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു അടിപൊളി ഒരു ഷോപ്പ്, ഇവനിക്ക് അതിൻ്റെ ഒരു താല്പര്യം കൊണ്ടിട്ട ഒരു കട. നമ്മളൊരു കസ്റ്റമറാണ് ഇവിടെ വരുന്നതെങ്കിൽ തന്നെ അവൻ്റെ വീട്ടിലേക്ക് അവനെ എങ്ങനെ അവരുടെ വീട്ടിൽ എങ്ങനെ വളർത്തണോ അതേമാതിരിയാണ് ആ കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു ഷോപ്പ് എല്ലാ സാധനവും ഇവിടെ കിട്ടും. നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ കാലടിയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ആലുവ ഭാഗത്തേക്ക് പോന്നു കഴിഞ്ഞാൽ ഈ കട ശാന്തിനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കട. അപ്പം നമ്മൾ ഇവൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് താഴെ കൊടുക്കുന്നുണ്ട്, ഫോൺ നമ്പറൊക്കെ. നിങ്ങൾക്ക് വരാം. അടിപൊളി സാധനം, നല്ല അടിപൊളി റേറ്റിന്. നമുക്ക് ഒരു 50 കിലോൻ്റെ ചാക്കിന് നമ്മൾ 1 കിലോ മേടിച്ചാലും ആ ഒരു റേറ്റ് വെച്ചിട്ട് ഇത് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. നമ്മുടെ എല്ലാ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കട എത്ര മണി തുടങ്ങിയാണ്? രാവിലെ ഒരു 10 മണി തുടങ്ങി രാത്രി 9 മണി 9:30 വരെ നമ്മളിവിടെ, രാത്രി 9:30 വരെയും ഇവരുടെ ഷോപ്പുണ്ട്. അപ്പോൾ പല ആൾക്കാർ വന്ന് നല്ല റിസൾട്ട് പറഞ്ഞ കടയാണ്. അപ്പോൾ നമ്മുടെ ഈ ഏരിയയിലൊന്നും ഇങ്ങനത്തെ ഒരു കട ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവരിലേക്ക് എത്തട്ടെ. എല്ലാവരും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. വന്നതിലും കണ്ടതിലും സന്തോഷം.